ഐസാണല്ലോ. അടിപൊളി. ഇതിന് 17 മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ളതിനോ കേട്ടോ. ചാടി പോകുന്നത് വായി വെച്ചിരുന്നത്. നോക്കിയാ അതെന്താ, അതിന്റെ പേരെന്താ? അത് മെരിക്കുള്ള. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ഡിജിസ് വേൾഡിലേക്ക് സ്വാഗതം. സ്വാഗതം. എല്ലാരും ഉണ്ട് കേട്ടാ. പിന്നെ നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈദ് ഹോളിഡേസിന്റെ ലാസ്റ്റ് ദിവസം ഇന്ന്. നമുക്കിവിടെ 4 ദിവസമല്ലേ ലീവ് കിട്ടിയ? 4 ദിവസം ലീവ് കിട്ടി. ഇന്ന് നമ്മള് പെറ്റ് ഷോ കാണാൻ വേണ്ടി പോകുന്നതാണ് ഷാർജ ഒയാസിസ് മാളില്. സുഭാഷേട്ടൻ മുന്നേ കണ്ടിട്ടുണ്ട് അല്ലേ? കൂട്ടി പോയിട്ടില്ല. എന്തുണ്ടായിരുന്നു? നല്ല രസമാണ്, കുട്ടികൾക്കെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയാണ്. നല്ല അനുഭവം. നമ്മള് എല്ലാരും ബ്ലാക്ക് കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ട്. ഞാനും അറിയാണ്ട് എന്റെ കൈക്ക് മാത്രം ബ്ലാക്ക് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ടീഷർട്ടിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഇത് ഇവരെന്നെ എനിക്ക് ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് തന്നാണ്. എന്നെ വിളിച്ച ഒരു ദിവസം കൊണ്ടുവന്ന് എന്നിട്ട് കേക്കെല്ലാം മുറിച്ച്, അത് നമ്മൾ അങ്ങനെ വെക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല അത്. ഈ ടീഷർട്ട് അങ്ങനെ ഇന്ന് എടുത്തിട്ട് ഒരു ഓർമ്മ വന്ന അല്ലേ? ഇതാ മക്കളെ ഒരു ഉമ്മ കൊടുത്തേ. ആ അപ്പൊ താങ്ക്സ്. നമുക്ക് പോവാം. വാ. ചെന്നൈ പറയാൻ നമ്മൾ ഒയാസിസ് മാളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ മാള് വരുന്നു. അധികം ദൂരമില്ല. ഈ കാണുന്ന ഒയാസിസ് മാൾ അല്ലേ? ഇതിപ്പോ അടുത്തായിട്ട് വന്നയാ? കൊറേ ആയാ? 3-4 വർഷം ഉണ്ടാവും. നമ്മളെ ഇന്നത്തെ തേരാളി കാർ പാർക്കിലേക്ക് വണ്ടി കയറ്റി കേട്ടോ. എൻട്രൻസ് ഇവിടെയാണ് കേട്ടോ പരിപാടി നടക്കുന്നത്. നമ്മളെ ബഡ്ഡീന്റെ കുടുംബത്തിൽപ്പെട്ട ആരോ ആണ് കേട്ടോ. അതാ എങ്ങനെയുണ്ട്? അടിപൊളിയാ? അടിപൊളിയാ? സുന്ദരി നോക്കിയാ? സുന്ദരി എങ്ങനെയുണ്ട് കാണാൻ? സൂപ്പറാ? ആമേനെ കണ്ട? നമ്മൾ ടിക്കറ്റ് എടുത്തേട്ടാ കയറാൻ വേണ്ടി. ടിക്കറ്റ് എടുത്താലേ ഉള്ളിൽ കയറാൻ പറ്റും. ഉള്ളിൽ കയറി വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മാറി ഇഗ്വാന വന്നിട്ട് നിൽക്കുന്നുണ്ടാ. ഹലോ. അറബി ആയിരിക്കും ചിലപ്പോ പറയേണ്ടി കേട്ടാ. ഇവിടെ അറബി നാട്ടിലെ ഇഗ്വാന ആയതുകൊണ്ട് നമ്മളകത്ത് കയറി കേട്ടാ. താറാവിനെ കണ്ട? ആട്. സുഭാഷ് ചേട്ടൻ പാമ്പിനെ കഴുത്തിലിട്ടിട്ടുണ്ട്. കൊടുക്ക് സുഭാഷ് ചേട്ടാ, വെറുതെ കൈ മാത്രം കൊടുത്താ മതി. അതിനെന്താ കൊടുക്ക്. മുട്ട കൊണ്ടുവന്നിട്ടില്ല. രണ്ടാളും എടുക്കുന്ന പിന്നെ
നല്ലതാടാ, പപ്പ തുറന്നതല്ലേ. അതെന്നാ മോനെ അതിന്റെ പേരെന്നാ? യാസ്, കറക്റ്റ്. ഇതിന്റെ പേരെന്നാ മോളെ? ആ, നമ്മള് പെരുമ്പാമ്പിനെ പുറത്ത്. നല്ല ഐസാണല്ലോ. വെലം പിടിക്കലടാ, ഇങ്ങോട്ടാ. തൊട്ടോ വരും, കുഞ്ഞൻ പോയി തൊട്ടോ. തൊട്ടേക്ക് വാല് മാത്രം തൊട്ടോടാ. നല്ല മാച്ചിങ് അതിനാട്ടാ സുഭാഷേട്ടാ, മാച്ചിങ് കളർ കിട്ടി. തലയോടെ തലയുണ്ട്, അതൊന്നും ചെയ്യില്ല. ആ ബാക്കോട്ട് പോയി തല. മൊയില് അടിപൊളി മൊയില് കേട്ടാ. കേട്ടോ ചങ്ങായി പറ, രണ്ട് ഇണക്കുരുവികളൊക്കെ ഉണ്ടാ, അടിപൊളിയല്ലേ. മോനെ അതെന്നാ, അതിന്റെ പേരെന്നാ മോനെ? കുഞ്ഞാണോ? ഇഷ്വാന. സുന്ദരി ഇങ്ങോക്കിയാ. അതെന്നാ അതിന്റെ പേരെന്നാ? ആ, ടോർട്ടോയ്സ്. Okay. So this is baby. 3 വയസ്സുള്ള ഇഗ്വാനയാട്ടെ ഇത്. 3 വയസ്സായിട്ട് ഇത്ര വണ്ണായില്ലോ. 20 years old. But lifespan 30 years old. തത്താനൊക്കെ ഉണ്ടാവും. ചങ്ങായി പറയേ, നോക്കിയാ അടിപൊളി രസമുണ്ട്. അടിപൊളി, ഒന്നും ചെയ്യില്ല, അത് മെരിക്കുള്ള. ഏയ് കൊടുക്ക്. ചാടി കൊടുക്കും. ചാടി കൊടുക്കണേ, വായി വെച്ചിരുന്നേ. No. Only this one, only picture. മോനെ മോനെ ഇതിന്റെ പേരെന്നാ? മോനെ ഇതിന്റെ പേരെന്നാ? എന്നാ പേര്? ആ, നമ്മള് പുറത്തൊന്നും കാണുന്നില്ല, പുറത്തൊന്നും കാണാൻ നമുക്ക് പോയിട്ടില്ലല്ലോ. അടിപൊളി. ഇതിന് 17 മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ളതിനുണ്ട് കേട്ടോ. ആ, നല്ല പ്രായം. നമ്മൾ ഗൾഫിലൊക്കെ പ്രായം 17 കൊല്ലം പറഞ്ഞത്. നമ്മൾ ഗൾഫിലാരാ പറഞ്ഞ സമയത്ത് ഞാനാദ്യമായിട്ട് ഒരു മാളില് ഇങ്ങനെ ഒരു സംഭവം കാണുന്നത് കേട്ടാ. ഇങ്ങനെ മാളിൽ ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണും. എല്ലാ വർഷവും ഉണ്ടായിരുന്നു. ഇത്ര വർഷമായിട്ട് ഇവിടെ ദുബായിലുണ്ടായിട്ട് ഞാൻ കണ്ടില്ല. ഹോളിഡേയ്സ് ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട്? പറ, സൂപ്പറാ? തൊട്ടിച്ചോ? ടോർട്ടോയ്സിന് തൊട്ടില്ലേ? പറ, സൂപ്പറാ? എങ്ങനെയുണ്ടായിരുന്നു മോനെ? മോൻ പേടിച്ച് ഓടുന്നതാണല്ലോ കണ്ടത്. ബോട്ടിന് തൊട്ടിനാ? എന്നിട്ടോ തൊട്ടിട്ടില്ല? ഏതായാലും ഓയസിസ് മോളിലൊന്ന് കണ്ട് കറങ്ങിയിട്ട് വരാം കേട്ടോ. നമുക്ക് ഇവിടം വരെ വന്നല്ലേ.
ഇവിടുന്നാണ് കേട്ടോ നടക്കുന്ന സംഭവം കണ്ടാ. മേലേക്ക് നിന്നുള്ള വ്യൂ കണ്ടോ, ഇഷ്ടംപോലെ ആളുണ്ട്. ചങ്ങായിമാരെ എന്താ മേലെ കയറിയിട്ടാകും ഉള്ള കാഴ്ച കേട്ടാ. മാക്സ് ഉണ്ട് ഇവിടെ, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സ് ഉണ്ട്, നമ്മളിങ്ങനെ നടക്കലാട്ടാ. ഇവിടെയൊക്കെ എന്തൊക്കെയാ വരാൻ നിൽക്കുന്നതാ. മക്ഡൊണാൾഡ്സിന്റെ ഫുഡ് കോർട്ടാന്ന് തോന്നുന്നു ഇവിടെ വരാൻ നിൽക്കുന്നത്. ഒരു ഏജ് വെച്ചിട്ടാണ്. മാക്സ് ഹോം സെന്റർ ഉണ്ട് കേട്ടോ ചങ്ങായിമാരെ. വീട്ടിലേക്ക് വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. എങ്ങനെയുണ്ട്? അടിപൊളിയാ? സൂപ്പർ. ഇവരെന്തൊക്കെയോ നോക്കാൻ വേണ്ടി അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ഐറ്റംസ് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ ഉള്ളിൽ കാണാൻ. പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ ഷോപ്പാന്ന് തോന്നുന്നു, അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വിശാലമായ ഷോറൂം അല്ലേ ഇതു? എന്തെങ്കിലും എടുക്കുന്നുണ്ടോ മോനെ? എത്ര സ്ഥലമല്ലേ ഇതാ, പുറത്തു നോക്കാൻ ഇങ്ങനെ തോന്നില്ലല്ലോ. ഇല്ല, ഇത് എത്ര സ്ഥലം ഉള്ളിൽ. കിടുക്കനാട്ടോ കിടുക്കൻ. ചങ്ങായിമാരെ ഇതൊന്ന് കച്ചവടാക്കിയാലോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കുന്നു. നല്ല രസമുണ്ടോ ഇങ്ങനെതാ കാൽമ നമ്മളൊരു കച്ചവടാക്കേണ്ട പരിപാടി കേട്ടാ. ഡെലിവറി करेगा ना हमको, हम लेकर जाना पड़ेगा. आपका नाम क्या है? भीम. कितना साल हो गया इधर? मेरा हो गया 4-5 साल. 5 साल है. नेपाल में? अच्छा. ഏതാ വേണ്ടേ മക്കൾക്ക് ഇഷ്ടപ്പെട്ടെ? അതന്നെയാ മോനോ? ഇതന്നെയാ? എന്നാ തന്നെ എടുക്കാം അല്ലേ നമുക്ക്? രണ്ടെണ്ണ ഒരാൾക്കോ? आपको लेकिन फ्रेश फिश कल शाम को कलेक्ट करना पड़ेगा. कल शाम को कलेक्ट करना पड़ेगा क्योंकि वो वेयर हाउस से आता है. और इधर आएगा, इधर से आप ले जा सकते. അപ്പോൾ ഇവര് നാളെ തരുന്ന പറയുന്നത് കേട്ടോ. ഇവിടെ സ്റ്റോക്കില്ല. നമ്മൾ ബ്ലൂ കളറിന് ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ? ബ്ലൂ നമുക്ക് വേണ്ടേ. അപ്പം നാളെ നമുക്ക് വന്നെടുക്കാം അല്ലേ? എന്നാ ഭംഗി നമ്മളെ കാണാൻ അല്ലേ?
നമ്മളെ ഭംഗിയാണോ നമ്മളല്ല അങ്ങനെയല്ല, നല്ല ലൈറ്റും പിന്നെ നമ്മള് ഇവിടെ എത്തിയപ്പോൾ കുറച്ചുകൂടി ഭംഗി കൂടി പോലെ തോന്നി, അതാ ഞാൻ പറഞ്ഞു. മനോഹരമായ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുറേ ഓഫറും ഉണ്ട് കേട്ടോ, 40% ഓഫർ കാണുന്നുണ്ട്. പക്ഷെ വെക്കാൻ സ്ഥലം ഉണ്ടോ? പുറത്ത് വെക്കല്ലേ? നമ്മളെ മോനിരുന്ന് ആടുന്നുണ്ട് കേട്ടോ കുഞ്ഞാല്. ഇനി ഒരു നിലയും കൂടി ഉണ്ട് കേട്ടോ, ആ നിലയും കൂടി നമ്മൾ കാണാൻ വേണ്ടി മേലോട്ടേക്ക് കയറി വരും. നേരത്തെ സ്ഥലത്ത് ഒരുപാട് ആളായി കേട്ടോ. മേലെ സിനിമയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഈ മാളിലെ തിയേറ്റർ കേട്ടോ. ഇവിടെ മെക്ഡൊണാൾഡ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. സുഭാഷേട്ട ഐസ്ക്രീം മേടിക്കുന്നുണ്ട്. ഇതാ മക്കൾ സുഭാഷേട്ട ഐസ്ക്രീം വാങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഫേവറേറ്റ് സാധനം കേട്ടോ ഇത്, പണ്ടേ നമ്മൾ തിന്നുന്നേ മെക്ഡൊണാൾഡ്സിന്റെ ഐസ്ക്രീം. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടാ? അതെയാ, നമ്മള് തിന്നിട്ട് കേട്ടോ. നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ. അതിമനോഹരമായ ചർച്ച് ഉണ്ട്, കാണുന്നുണ്ടോ അറിയില്ല കേട്ടോ, വെയിലടിക്കുന്നോണ്ട് നല്ല രസമാണ്. രാത്രിയെല്ലാം വരുമ്പോൾ ഇത് കാണാനല്ലേ പ്രത്യേക ഭംഗിയാണ്. സഹോദര്യത്തിന്റെ പ്രതീകമായ ചർച്ച്. എല്ലാ ജാതി മതസ്ഥർക്കും ഒരേപോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യം UAE. വലിയൊരു പ്രത്യേകതയാണ്. ഇത് റഷ്യൻ ചർച്ചാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ, അതിമനോഹരമായ പള്ളി. ഇവിടെ കുർബാനയുള്ള ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഞായറാഴ്ച അല്ലേ കുർബാന ഉണ്ടായാലും ഇവിടെ നല്ല തിരക്കായിരിക്കും. നമ്മളടുത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് പ്രശസ്തമായൊരു ഹോട്ടലുണ്ട്, സുനീസ് കിച്ചൻ. ഭയങ്കര പേരാണ്, എവിടെ നിന്ന് തിരിഞ്ഞാലും ഒരു മലയാളിയെങ്കിലും പറയാതെ ഉണ്ടാവില്ല സുനീസ് കിച്ചൻ. ഇപ്പം 3-4 സ്ഥലത്തായി തോന്നുന്നു അവർക്ക് ബ്രാഞ്ച് അല്ലേ. എന്തൊരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് അല്ലേ? എന്നാ എയർപോർട്ടിൽ നിന്ന് ഫസ്റ്റ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് നമ്മൾ ഇവിടുന്നാണ് സുഭാഷേട്ടൻ ഭക്ഷണം മേടിച്ചത്. അന്നേരം തിരക്കുറവായിരുന്നു, നല്ല ലേറ്റ് ആയതുകൊണ്ട്. പക്ഷെ ഇപ്പൊ വണ്ടിയൊന്നും നിർത്തിയൊക്കെ സ്ഥലമില്ല, നല്ല ബ്ലോക്കാണ്. ഒക്കെ നമുക്ക് കുടിക്കാൻ പറ്റും. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മള് റൗണ്ട് ഓഫ് ഇട്ടത്. ഈ റൗണ്ട് ഓഫ് ഇട്ട പേരാണ് സുഭാഷേട്ടാ? ബോട്ട് റൗണ്ട് ഓഫ് നമ്മൾ പൊതുവെ പറയില്ല, അതിനെ ബോട്ട് അടുത്ത് വെച്ചില്ല. ഷാർജയിലെ റൗണ്ട് ഓഫ് ബോട്ട് റൗണ്ട് ഓഫ് ബോട്ട്. കുവൈറ്റ് സ്ക്വയർ എന്ന് പറയുമ്പോ അല്ലേ ഒരു സായാഹ്നം കൂടി. അങ്ങനെ നാളെ എല്ലാവരും
ജോലിക്ക് പ്രവേശിക്കും അല്ലേ? ലോങ് വീക്കെൻഡ് ലോങ് വീക്കെൻഡിന് ശേഷം കുറച്ച് മടിയോടെ ഇതാണ് മുനിസിപ്പാലിറ്റി കേട്ടോ. ഇവിടെ ലൈറ്റ് ഷോ ഉണ്ടായിരുന്നു. നമ്മള് കഴിഞ്ഞ വർഷം വന്നിരുന്നു. കഴിഞ്ഞ വർഷമല്ല, ഒരു പ്രാവശ്യം വന്നിരുന്നു. നമ്മളോട് മീറ്റ് ചെയ്യില്ല. നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ലൈറ്റ് ഷോ. ഈ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നോ? ഇതാണ് ഗ്രാൻഡ് മാൾ കേട്ടാ. നമ്മളിനി കുറച്ച് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവുക. അപ്പൊ ചങ്ങായി പറയേ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. മനോഹരമായൊരു സായാഹ്നം. എങ്ങനെയുണ്ട് സുരേഷേട്ടാ പോയിട്ട്? സൂപ്പർ അടിപൊളിയായിരുന്നു. സൂപ്പർ. ഇത് എങ്ങനെയുണ്ട്? നല്ലല്ലേ? ഇനി മക്കള് പറ അല്ലേ? മക്കളെന്നാ പാമ്പിനൊന്നും തൊടാണ്ടെന്നേ പേടിച്ചിട്ടാ? കടിക്കുന്ന പേടിച്ചിട്ടാ? കടിക്കൊന്നുമില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം പോയിട്ട് നമുക്ക് എടുക്കാം അല്ലേ? കഴുത്തിലല്ലോ ഇടാം അല്ലേ? എല്ലാവരോടും ഒരു ബൈ ബൈ പറഞ്ഞേ. അപ്പൊ ചങ്ങനെ പറയേ, എപ്പം പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ ബൈ. നിങ്ങളുടെ സ്വന്തം നിജിയും സുഭാഷേട്ടനും നീതും ഈയും ഇവിയും എല്ലാവർക്കും കൂടെ ബൈ. എല്ലാവർക്കും കൂടെ റെഡി 1 2 3 ബൈ.